ഇന്ന് നമ്മൾ മുരിങ്ങയില ചേർത്തിട്ടുള്ള അമ്മിയാരട ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മിയാരടേനെ അടദോശ എന്നും പേരുണ്ട് അമ്മിയാരടയ്ക്ക്. അപ്പോൾ ഈ ഒരു ദോശ നല്ല ഹെൽത്തിയാണ് കേട്ടോ, നല്ല പ്രോട്ടീനും അയണൊക്കെ റിച്ച് ആയിട്ടുള്ളൊരു ദോശയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. എന്നാലും ഒരു ചെറിയ ചട്നിയോ പച്ചമുളകിട്ട് ചമ്മന്തിയോ ഒക്കെ നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് അരച്ചിട്ട് പുളിപ്പിക്കുകയൊന്നുമില്ല. അരച്ച ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കും. കുതിർക്കാനുള്ള സമയം മാത്രം മതി. അപ്പോൾ ഒരു വൈകുന്നേരം രാത്രി നേരത്ത് പിറ്റേ ദിവസം രാവിലത്തേക്കാണെങ്കിൽ നമ്മൾ തലേദിവസം രാത്രി കുതിർക്കാനായിട്ട് ഇതുപോലെ ഇടുക. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനോടെയുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 ബേഡഗി ചില്ലി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഏതെങ്കിലും എടുക്കാം. എരിവ് കുറഞ്ഞത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 എരിവുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് നമുക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളക് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ളൊരു ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 1/4 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് തന്നെ തുവരപ്പരിപ്പ്, സാമ്പാറിലേക്ക് എടുക്കുന്ന പരിപ്പാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് മേടിക്കാൻ കിട്ടും നമുക്ക്, ചെറുപയറിൻ്റെ മൂങ് ദാലിൻ്റെ സ്പ്ലിറ്റ് മൂങ് ദാലിൻ്റെ, അത് 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ 1/4 കപ്പാണ് വീതമാണ് കേട്ടോ. പിന്നെ മുഴുവനോടെയുള്ള ഉഴുന്ന്, സ്പ്ലിറ്റ് അല്ല കേട്ടോ, മുഴുവനോടെയുള്ള ഉഴുന്ന് തന്നെ ഇട്ട് കൊടുക്കണം, അതും 1/4 കപ്പ് തന്നെ. പിന്നെ ഇതിലേക്ക് പച്ചരി നമ്മൾ എടുക്കണത് ദോശ റൈസാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും നേരത്തെ ഒരു വീഡിയോ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ദോശ റൈസാണ് എടുക്കുന്നത്. ഇഡ്ഡലി റൈസിനെക്കാട്ടും ടേസ്റ്റ് ഈ ദോശ റൈസ് നമുക്ക് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു റൈസ് തന്നെ ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പണ്ടത്തെയൊക്കെ നമ്മുടെ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. ആ ടേസ്റ്റ് ഈ അരിക്ക് കിട്ടും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 വട്ടമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൽ നല്ല വെള്ളം ഇനി ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു കുരുമുളകും ഈ വറ്റൽമുളകും വേറെ ഇട്ട് കഴുകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കഴുകുമ്പോൾ ആ കുരുമുളക് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്ക് കഴുകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കാണിക്കുമ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് അങ്ങനെ കഴുകുന്നത് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. രാവിലെ എടുത്ത് അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളത്തിലെല്ലാം നമ്മൾ അരയ്ക്കണത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുതിരാൻ വേണ്ടിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക, വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 12 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് അരയ്ക്കാനായിട്ട് എടുക്കണത്. നന്നായിട്ട് കുതിർന്നതിൽ കടലപ്പരിപ്പും ഉഴുന്നൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മുഴുവനോടെ ഇട്ടിട്ട് അരച്ചെടുക്കാം. കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. മിക്സി ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് കായം പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ജീരകമൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയൊരു ഫ്ലേവറിന്, മൈൽഡ് ഫ്ലേവറിനായിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് വേറെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു 90% ഒന്ന് അരപ്പായാൽ മതി. ഒരു ചെറിയ തരിതരിപ്പായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടി ഹെൽത്തി ആക്കാനായിട്ട് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ, അത് കുറച്ചൊന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്തിരി കൂടി നല്ലതായിരിക്കും. പിന്നെ സവാള ഇതുപോലെ ഇത്രയും കനം കുറച്ചിട്ട് നീളനെയും നെടുകയും കുറുകിയായിട്ട് അരിഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഇത്രയും പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ. ഒരു ചെറിയ സൈസ് സവാളയാണ് എടുത്തേക്കണത്, മുഴുവനോടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് വേപ്പില അതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പിലയൊക്കെ കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് നല്ല ഫ്ലേവറാണ് കേട്ടോ, ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാൻ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത്തിരി തിക്കായിട്ട് തന്നെ ഇരിക്കണം, നല്ല കനത്തിലാണ് ഈ ഒരു ബാറ്ററി ഇരിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നൈസായിട്ട് തട്ട് ചൂടാകുമ്പോൾ പരത്തി കൊടുക്കുക. ഒന്നായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായി ചുറ്റിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് മുരിച്ചെടുക്കുക. നല്ല ക്രിസ്പായിട്ട് കിട്ടുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടമെങ്കിലും. കുട്ടികൾക്കൊക്കെ ഇലകളൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇതിൽ ദോശയിലിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.